നമസ്കാരം. ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനോട് ഫസ്റ്റ് ടെസ്റ്റ് പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഇന്ത്യൻ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് നിരാശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ച് പറയും, എനിക്ക് നിരാശയില്ല. കാരണം ഇതൊരു യങ് ടീമാണ്, ഒരു പുതിയ ക്യാപ്റ്റനാണ്. ഈ ഒരു ടീമിന് ഒരു കളിയൊക്കെ തോൽക്കാനുള്ളൊരു ഒരു അവകാശം തീർച്ചയായിട്ടും നമ്മൾ ഫാൻസ് കൊടുക്കണം. കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലണ്ടുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ ഒരു ഫസ്റ്റ് ടെസ്റ്റിൽ ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചു. കയ്യിലിരുന്ന കളി കൊണ്ട് കളയുന്ന സാഹചര്യങ്ങളുണ്ടായി. അതൊക്കെ ശരിയാണെന്നിരിക്കലും. പക്ഷേ ഇപ്പോൾ നമുക്ക് പഴയ ഹിസ്റ്ററിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് സാധിക്കും, ഇന്ത്യ ഇങ്ങനൊന്നും അല്ല കൺട്രീസും ഉണ്ടായിരുന്നു. റീസെൻറ്റ് ടൈംസിൽ ഇന്ത്യ തീർച്ചയായിട്ടും ഏതെടുത്ത് പോയിട്ട് ഏതൊരു സ്ഥലത്ത് പോയിട്ടും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ടീമായിട്ട് വളർന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴത്തെ ഒരു ടീമിനും ക്യാപ്റ്റനും പഴയ ഇതിനു മുമ്പുള്ള സീനിയേഴ്സ് ഇന്ത്യക്ക് ഏത് സ്ഥലത്ത് പോയിട്ടും വിൻ ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടാണ് പോയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനൊരു കുറച്ച് ബഫറിംഗ് ടൈം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മത്സരമാണ്. ഇംഗ്ലണ്ടിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മാനസികമായിട്ട് ഇന്ത്യയെ തീർച്ചയായിട്ടും അതിജീവിച്ചു എന്നാണെങ്കിൽ ഈ ലാസ്റ്റ് ദിവസം പ്രത്യേകിച്ചും അവർ ബാറ്റിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ് ബോളൊന്നും അല്ല അവരിന്ന് കളിച്ചത്. അവർ വളരെ സെൻസിബിളായിട്ടാണ് ബാറ്റ് ചെയ്തത്. മൊത്തത്തിൽ അടിക്കാനോ ബ്ലൈൻഡായിട്ട് കളിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. പ്രത്യേകിച്ചും ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അപ്രിസിയേഷൻ തീർച്ചയായിട്ടും അർഹിക്കുന്നു. കാരണം ഒരു ഫസ്റ്റ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ ബൂമ്ര വന്ന ആ ഒരു സെക്ഷൻ വളരെ കഠിനമായിരുന്നു. ബോൾ ഒരു രക്ഷയില്ലാതെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്യായ ബോൾസൊക്കെ ഉണ്ടായിരുന്നു ബൂമ്ര എറിഞ്ഞ്. ആ ഒരു സെഷൻ അവർ നല്ല പേഷ്യൻ്റായിട്ട് തന്നെ ബുദ്ധിപൂർവ്വം കളിച്ചൊഴിവാക്കി. അതിനുശേഷം പിന്നീട് ഷർദുൽ താക്കൂറും പ്രസിദ്ധ് കൃഷ്ണനും വന്നതിന് ശേഷമാണ് അവർ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ അവരൊരു കണ്ണും പൂട്ടി അടിയുന്ന ഒരു ബസ് ബോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. വളരെ സെൻസിബിളായിട്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ബാറ്റ് ചെയ്തത്. ഇടയ്ക്ക് ഇന്ത്യക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു. 2 വിക്കറ്റ് പ്രസിദ്ധ് കൃഷ്ണ ഇട്ടു. അതിനുശേഷം ഷർദുൽ താക്കൂർ വന്നിട്ട് 2 വിക്കറ്റ് ഇട്ടു. പക്ഷേ അപ്പോഴൊന്നും ഇംഗ്ലണ്ട് അങ്ങ് പൂർണ്ണമായിട്ട് പതറിപ്പോയെന്നില്ല. അവർ ആ ഒരു പേസിൽ അവർ കളിച്ച് വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നീട് ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ബാറ്റ്സ്മാരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. ബെൻ ഡക്കറ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ബൂമ്രയെ ഡീൽ ചെയ്ത രീതി, അതുപോലെ തന്നെ ജഡേജയെ ഡീൽ ചെയ്ത രീതി, ഈ 2 പേരാണ് ഇന്ത്യയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 2 ബോളേഴ്സ്. അവരെ ബെൻ ഡക്കറ്റ് ആദ്യമേ തന്നെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞു. ബൂമ്രയെ ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചു. ജഡേജ റിവേഴ്സ് സ്വീപ്പ് അടിച്ചിട്ട് ഈസിയായിട്ട് റണ്ണ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആ പ്ലാൻസ് എല്ലാം ബെൻ ഡക്കറ്റ് അപ്പോൾ തന്നെ തകർന്നു. പിന്നീട് ബാക്കി വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് അത്യാവശ്യം നന്നായിട്ട് കളിച്ച് ഫിനിഷ് ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവരത് ഭംഗിയായിട്ട് തന്നെ ജോ റൂട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്തു, സാക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്തു, അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സ് നന്നായിട്ട് ബാറ്റ് ചെയ്തു. ജാമി സ്മിത്ത് വരയ്ക്കും വളരെ സെൻസിബിളായിട്ട് തന്നെ കളിച്ചു. അവസാനം വന്നിട്ടൊരു ഫ്ലാഷി ഫിനിഷ് ചെയ്തിട്ട് കളി ജയിക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ ദിവസം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മാനസികമായിട്ട് ഇംഗ്ലണ്ടിലെ പരാജയപ്പെടുത്താൻ തന്നെ ഇന്നത്തെ ദിവസം പറ്റിയില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം ഫീൽഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് സേഫായിട്ട് റൺ അടിച്ചുകൊണ്ടിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു മാനസികമായിട്ടൊരു ഡോമിനേറ്റ് ചെയ്യണം എതിർ ടീമിനെ. അത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് മാനസികമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. പ്രഷർ ബിൽഡ് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ പ്രഷർ ബിൽഡ് ചെയ്യാം, ഫീൽഡിട്ട് പ്രഷർ ബിൽഡ് ചെയ്യാം, ബോളേഴ്സിനെ കൃത്യമായിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ ട്രാക്ക് ചെയ്തിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ട് പ്രഷർ ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ അഗ്രസീവ്നെസ് കൊണ്ടും ഐ കോൺടാക്റ്റും അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പ്രഷർ ബിൽഡ് ചെയ്യാം. അങ്ങനെ പല ടാക്ടിക്സ് ഉണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇന്ത്യക്ക് ഇന്ന് ഒരു രീതിയിലും പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനകത്ത് ഏറ്റവും വലിയ ഇപ്പോൾ ശുഭൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആണെന്ന് ഇന്ന് തോന്നിയതേ ഇല്ല. അവർ റൺ അടിച്ചുകൊണ്ടേയിരുന്നു. റൺ അടിക്കുന്ന അനുസരിച്ച് ഫീൽഡ് മാറ്റുന്നതായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇറ്റ്സ് ഓൾ നോർമൽ. അത് നോർമലാണ്. ശുഭൻ ഗില്ലിനും ഒരു ന്യൂ ക്യാപ്റ്റനാണ്. പുള്ളിക്ക് അതിൻ്റെതായ സമയം വേണം. പക്ഷെ അതൊന്നുമല്ല, ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് എക്സ്ക്യൂസേ ഇല്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മളുണ്ട് 5 ക്യാച്ചിന് മുകളിൽ ഡ്രോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഡക്കറ്റിനെ സെഞ്ചുറിക്ക് തൊട്ട് മുമ്പിൽ ജയ്സ്വാൾ ഒരു ഹാഫ് ചാൻസ് ആയിരുന്നു. പക്ഷെ അത് എടുക്കേണ്ട ക്യാച്ച് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്നിട്ട് വളരെ അലസമായിട്ട് 1-2 ബെൻ സ്റ്റോക്സിൻ്റെ ഒരു ക്യാച്ചൊക്കെ മുകളിലേക്ക് പൊങ്ങിയത് ഋഷഭ് പന്ത് എങ്ങോട്ടാണ് പോയെന്ന് കണ്ടതുപോലെയല്ല. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ ഫീൽഡിൽ വളരെ മോശമായിരുന്നു. ഫീൽഡിന് അഗ്രസീവായിട്ട് ഫീൽഡ് ചെയ്തിട്ട് പ്രഷർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഫീൽഡിങ് ഒരു ബിലോ ആവറേജ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ ഈ ഒരു ടെസ്റ്റിൽ. സോ അതും വലിയൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടെയിലിൻ്റെ ബാറ്റിങ്. ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു അറൗണ്ട് 600 റൺ അടിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ടെയിലെൻഡ് കൊളാപ്സ് ആയതുകൊണ്ട് അതിന് സാധിച്ചില്ല. സെക്കൻഡ് ഇന്നിങ്സിൽ സത്യം പറഞ്ഞാൽ ഒരു 400+ സൂപ്പറായിട്ട് ലീഡ് അടിച്ചിട്ട് ഇംഗ്ലണ്ടിനെ കുറച്ചും കൂടെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതും ഇന്ത്യയുടെ ടെയിലെൻഡ് കൊളാപ്സ് ആയതുകൊണ്ട് സാധിച്ചില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ടെയിലെൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലണ്ടിന് അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നമ്പർ 9 ബാറ്റ്സ്മാൻ വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടു. അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. ഇനി ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസിദ്ധ് കൃഷ്ണ
അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ വരുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് ഈസി ആയിട്ട് റൺ അടിക്കാൻ നമ്മൾ കണ്ടു. ലെങ്ത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടു. അവർക്ക് കറക്റ്റായിട്ട് കൃത്യത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന വേരിയേഷൻ, ഒരു ഓവറിൽ തന്നെ പല പല വേരിയേഷൻസ് ചെയ്യുന്നതല്ല ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ബോളിംഗ്. കൃത്യതയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ കൊണ്ടുവരുന്ന ന്യൂവാൻസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും പ്ലാൻസും ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ റിസൾട്ട് വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ബോളേഴ്സ് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. യങ് ബോളേഴ്സാണ്. സോ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് കണ്ടീഷൻസിൽ ആദ്യം കളിക്കുന്നുള്ള അവർക്ക് പഠിക്കാനുള്ള ഇനിയും ടൈം ഉണ്ട്. ഷർദുൽ താക്കൂറിൻ്റെ കാര്യമല്ല, പ്രസിദ്ധ് കൃഷ്ണയുടെ കാര്യമാണ് പറയുന്നത്. സിറാജ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. പക്ഷേ സിറാജിന് ആ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കിയാലും സെക്കൻഡ് ഇന്നിങ്സ് നോക്കിയാലും ഒരുപാട് സപ്പോർട്ട് ഫീൽഡിൽ നിന്ന് കിട്ടില്ല. ജഡേജയ്ക്കും അതുപോലെ തന്നെ ഫീൽഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, ബോളിംഗ് ആൻഡ് ഫീൽഡിങ്ങിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ മിസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ബോളിങ്ങിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ ബൂംറയുടെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബൂംറ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ബോൾ ചെയ്ത് എക്സോസ്റ്റ് ആയിപ്പോയി ഇന്നത്തെ ദിവസം. ബൂംറയ്ക്ക് ഇന്ന് ഒരു സെക്കൻഡ് ഹാഫിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 5 ദിവസം ഓവർലോഡായിട്ട് പണിയെടുത്ത ഒരാളാണ്. അടുത്ത ടെസ്റ്റിൽ മിക്കവാറും ബൂംറ കളിക്കില്ല. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ബോളിങ്ങിലൊരു സ്ഥിതി. അപ്പോൾ മൊത്തത്തിലൊരു രത്നം ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ മാച്ച് സുഖമായിട്ട് ജയിക്കായിരുന്നു. ക്യാച്ചസ് എല്ലാം എടുത്തിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗിൽ ടെയിലൻഡേഴ്സ് കറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ. ഇനി പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഈ മാച്ചിലുണ്ടായിരുന്നു. ജയ്സ്വാളിൻ്റെ സെഞ്ചുറി, KL രാഹുൽ 2 ഇന്നിങ്സിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു. ഋഷഭ് പന്ത് സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബാറ്റിങ്ങിൻ്റെ സൈഡിൽ ഒരുപാട് പോസിറ്റീവ്സ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും. ശുഭ്മാൻ ഗിൽ ഫസ്റ്റ് ഇന്നിങ്സിലെ സെഞ്ചുറി. ഇനി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കരുൺ നായർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സായ് സുദർശൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ടോപ്പ് ഓർഡർ ഇന്ത്യയുടെ സ്ട്രോങ് ആണ്. കരുൺ നായർ വരെ സ്ട്രോങ് ആണ്. കരുൺ നായർ പെർഫോം ചെയ്യും. പക്ഷേ അതിന് താഴേക്കാണ് ജഡേജ, അതിനുശേഷം ഷർദുൽ താക്കൂർ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്തിട്ട് നിതീഷ് കുമാർ റെഡ്ഡി വരേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യക്ക് കുറച്ചും കൂടി ഡെപ്ത് ഇന്ത്യയുടെ ബാറ്റിങ്ങിന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സോ ആ ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിൻ്റെ കയ്യിൽ അവരുടെ സീനിയേഴ്സ് ജയിക്കാനുള്ള ബ്ലൂ പ്രിൻറ്റ്സ് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ആ ബ്ലൂ പ്രിൻറ്റ്സ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ആസ് എ യങ് ടീം ഈ പെർഫോമൻസ് മോശമൊന്നും പറയാനേ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അവർ തീർച്ചയായിട്ടും ഈ മിസ്റ്റേക്സ് ഒക്കെ തിരുത്താനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റിൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അതേസമയം ഇംഗ്ലണ്ടും ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ അവർ വരുത്തിയ മിസ്റ്റേക്സ് അവർ റീവിസിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഇതിലും ശക്തമായിട്ടായിരിക്കും. അവർക്ക് കുറച്ചും കൂടെ ഐഡിയ ഇന്ത്യൻ ടീമിനെ പറ്റി, ഈ ഒരു സീരീസിൻ്റെ പോക്കിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ പ്ലാനിങ്ങും ഐഡിയാസുമായിട്ടും ശക്തമായിട്ട് ഒരു ഇംഗ്ലണ്ട് ടീം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടെസ്റ്റും വളരെ ആവേശകരമായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ടെസ്റ്റ് ഇന്നത്തെ ദിവസത്തെ പറ്റിയിട്ടുള്ള റിവ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.